നിസ്കാരത്തെ കുറിച്ച് ചിന്തിച്ചു പോയതാ. ഇപ്പോൾ പങ്കെടുത്ത മയ്യത്തിസ്കാരമാണോ നീ ഉദ്ദേശിക്കുന്നത്? അതെ. അതിനെന്താ വിഷമിക്കാൻ? പള്ളിയിൽ ലക്ഷം ആളുകൾ ഉണ്ടായിരുന്നല്ലോ. ആലിമീങ്ങളും സയ്യിദന്മാരും പങ്കെടുത്തല്ലോ. ആളധികമുള്ളത് ആലിമീങ്ങൾ പങ്കെടുത്തത് മഹാഭാഗ്യം തന്നെ. പിന്നെന്താ കുഴപ്പം? നീ ശ്രദ്ധിച്ചില്ലേ ഇമാമിനിയത് ആരാണെന്ന്? മകൻ ഗൾഫിലായതുകൊണ്ട് അകന്നു വന്നതുകൊണ്ടെന്ന് കേട്ടു. എടാ, നിസ്കാരം ശ്രദ്ധിച്ചില്ലേ? അദ്ദേഹത്തിന് തക്ബീറുകൾ നേരെ ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. അത് ശരിയാണ്. ഒരു വിധത്തിൽ കഴിച്ചു കൂട്ടുകയാണ് ചെയ്തത്. ഇത്രയും ആലിമീങ്ങൾ പങ്കെടുത്ത സ്ഥിതിക്ക് അവരെ ഏൽപ്പിക്കാൻ മതി എന്നാണ് ഞാൻ ചിന്തിച്ചത്. അതിന് മയ്യത്തിന്റെ അവകാശികളല്ലേ നിസ്കരിക്കേണ്ടത്? അതെ. അതിനെന്താ വിഷമിക്കാൻ? ഉമർ റളിയല്ലാഹു വഫാത്താവുമ്പോൾ മകൻ ഇബ്നു ഉമർ റളിയല്ലാഹു ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എനിക്കറിയാമോ? അതെനിക്കറിയില്ല. സ്വഹാബികളിൽ പ്രമുഖനായ സുഹൈബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ കഴിയും. മകനായ ഇബ്നു ഉമർ റളിയല്ലാഹു അല്ലേ? ഇത്രമറിയാണ് എൻ്റെ. എന്നാൽ നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും.